ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് എത്തുമ്പോൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയായിരുന്നു ചൈനയും പാകിസ്ഥാനും അയൽ രാജ്യങ്ങളുമൊക്കെ എന്ത് നിലപാട് പറയുമെന്ന്. ഏതായാലും അയൽ രാജ്യങ്ങളുടെ നിലപാട് പറയും മുൻപ് തന്നെ ലോകശക്തികൾ അയൽ രാജ്യങ്ങൾക്ക് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ്. ഇന്ത്യക്കൊപ്പം അതിശക്തമായി മുന്നോട്ടെന്ന് പറഞ്ഞുകൊണ്ട് മസ്കും ടെസ്ലയും ഒക്കെ ഇന്ത്യയിലേക്ക് കുതിക്കുന്നു. ചൈന കടക്ക് പുറത്ത്. ചൈനയെ വേണ്ട. മോദിയുടെ മൂന്നാം ഊഴത്തിന് പിന്നാലെ ടെസ്ല കാറുകൾ ഇന്ത്യയിലേക്ക്. നിർണായക പ്രഖ്യാപനത്തിനൊരുങ്ങുകയാണ് മസ്ക്. വൈദ്യുതി കാർ നിർമ്മാണ രംഗത്തെ പ്രമുഖരായ ടെസ്ലയുടെ ഉടമ ഇലോൺ മസ്ക് ഹ്രസ്വകാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിലെ നിക്ഷേപ പദ്ധതികൾ സജീവമാക്കുന്നു. ടെസ്ല കാറുകളുടെ നിർമ്മാണ ഫാക്ടറി ഗുജറാത്തിൽ ആരംഭിക്കാനും സാറ്റലൈറ്റ് ഫോൺ സേവനങ്ങൾ നൽകുന്ന സ്റ്റാർലിങ്കിന്റെ പ്രവർത്തനം തുടങ്ങാനും വലിയ താൽപര്യമാണ് ഇലോൺ മസ്കിനുള്ളത്. പൊതു തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തുന്നതിന് ഇലോൺ മസ്ക് ഇന്ത്യയിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം സന്ദർശനം റദ്ദാക്കി. ഔദ്യോഗിക തിരക്കുകളാണ് കാരണമായി പറഞ്ഞതെങ്കിലും തൊട്ടടുത്ത വാരം മസ്ക് ചൈനയിൽ എത്തിയതോടെ ഇന്ത്യൻ വിപണിയിൽ നിക്ഷേപിക്കാനുള്ള താൽപര്യക്കുറവായി മാധ്യമ വ്യാഖ്യാനങ്ങൾ വന്നിരുന്നു. എന്നാൽ മൂന്നാം തവണയും അധികാരത്തിലെത്തിയ നരേന്ദ്രമോദിയെ അഭിനന്ദനം അറിയിക്കാൻ മസ്ക് കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. തന്റെ കമ്പനികൾ ഇന്ത്യയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് മസ്ക് പറഞ്ഞു. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം മസ്ക് ഇന്ത്യയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.